ചൂരൽമല ദുരന്തം പോലും മുതലാക്കിയ മാനന്തവാടി രൂപത. ഓരോ ദുരന്തങ്ങളും മതക്കച്ചവടക്കാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചാകരകളാണ്. സാമ്പത്തികമായും മറ്റു പല രീതിയിലും ദുരന്തമുണ്ടായാൽ ഇവരുടെ സന്ദർശനവും പ്രഖ്യാപനങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. ഇവരുടെ ആഹ്വാനപ്രകാരം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പണവും അയച്ചു കൊടുക്കും. കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വിസ്മൃതിയിലാകുകയും ആ പണം ഇവന്മാർ തട്ടുകയും ചെയ്യും. ദുരന്തബാധിതരുടെ വിഷമങ്ങൾ പിന്നീട് ആരും ഓർക്കുകയുമില്ല. പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുകയുമില്ല. ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് ഈ വരുന്ന ജൂലൈ 30 ആകുമ്പോൾ ഒരാണ്ട് തികയുകയാണ്. നൂറുകണക്കിന് ആളുകൾ സഹായ വാഗ്ദാനങ്ങളുമായി വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും എത്തി കോടികൾ. അതുപോലെ പല ക്രൈസ്തവ സഭകളും വിശ്വാസികളുടെ കയ്യിൽ നിന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ കയ്യിൽ നിന്നും കോടികൾ പിരിച്ചു. പക്ഷേ നാളിതുവരെയായിട്ടും അർഹരായവർക്കത് നൽകിയിട്ടില്ല. യാതൊരു വിവരവുമില്ല. കത്തോലിക്ക സഭയും ഇതുപോലെ കോടികൾ പിരിച്ചിരുന്നു. കത്തോലിക്ക സഭയുടെ മാനന്തവാടി രൂപതയിൽപ്പെട്ട ഒരംഗം എന്നെ വിളിച്ചത് കേൾക്കുക. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഇവരുടെ കയ്യിൽ വിറ്റുപോകാതെ കിടന്ന ഒരു സ്ഥലത്ത് ദുരന്തബാധിതരായ സഭാംഗങ്ങൾക്ക് എന്ന പേരിൽ നടത്തുന്ന ആ തട്ടിക്കൂട്ട് പദ്ധതിയെക്കുറിച്ച് ജോസഫ് പറയുന്നത് കേൾക്കുക. നമ്മള് ചൂരൽമലയിൽ നമുക്ക് അവിടെ കത്തോലിക്ക സഭ കുറെ കോടികൾ പിരിച്ചെടുത്തായിരുന്നേ. എന്തിനു വേണ്ടി? ചൂരൽമല പുനരധിവാസം. ഇവിടെ ചൂരൽമല മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായില്ലേ, ഈ 30-നാണ് ഒരു വർഷം ആകുക. കോടികൾ പിരിച്ചെടുത്തവര്. അതേപോലെ തന്നെ ലോകത്തുള്ള കത്തോലിക്ക ഇത് മുഴുവൻ പൈസ അവിടുന്ന് എല്ലാം പൈസ അവർ പിരിച്ചെടുത്തിട്ടുണ്ട് ഈ ഇതിനു വേണ്ടി. അതിന് ഈ പുനരധിവാസ ഏജൻസിയായിട്ട് അവർ നിശ്ചയിച്ചത് മാനന്തവാടിയിലെ WSS-ന്, മാനന്തവാടി രൂപതയിലെ WSS-ന്, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ അത് അവരെ അവിടെ കത്തോലിക്കൽ എന്ന് പറയാൻ പാകത്തിന് ദുരന്തം സംഭവിച്ചത് 6 കുടുംബമായിരുന്നു. അതിൽ ഒരു കുടുംബം നിശേഷം മണ്ണിനടിയിൽ പോയി. പിന്നെ ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രമേ, ഒരു അമ്മ മാത്രമേ ബാക്കി വന്നുള്ളൂ. അവർക്ക് മലങ്കര കത്തോലിക്കക്കാർ വീട് പണിത് കൊടുത്തു. പിന്നെ ഒരാൾക്ക് വേറെ എസ്റ്റേറ്റൊക്കെ ഉള്ളതുകൊണ്ട് അയാൾ എനിക്ക് വേണ്ടാന്നും പറഞ്ഞ അയാൾ പോയി. 7 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് പിന്നെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടായിരുന്ന അയാളാണ്. അയാളെ പിന്നെ അയാളുടെ വീടൊന്നും പോയില്ല. അതുകൊണ്ട് അയാളെ എല്ലാം ഒഴുകി പോയതുകൊണ്ട് അവരെ ഇതിൻ്റെ അകത്ത് പെടുത്തി. അപ്പം ഇവരെ പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് പണി ചെയ്തു? ഇവരുടെ മേപ്പാടി ടൗണിലാണ് അവരുടെ കുടുംബക്കാരും ബന്ധുക്കാരെല്ലാവരും ഉള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ചൂരൽമല എന്ന സ്ഥലത്തേക്ക്. അവർ ദുരന്തം വന്നപ്പോൾ ഇവരെല്ലാവരും മേപ്പാടിയിലെ അവിടെ ബന്ധുക്കളുടെ അടുത്തൊക്കെ ആയിട്ട് താമസിക്കുമായിരുന്നു. ഈ 4 പേർക്ക് എന്തെങ്കിലും ഒരു പൈസ തന്നാൽ ഞങ്ങൾ എവിടെയെങ്കിലും, ഞങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്ത് എവിടെയെങ്കിലും ബന്ധുക്കളുടെ അടുത്തോ, കാരണം എല്ലാവരും കുടുംബത്തിലെ പലരും നഷ്ടപ്പെട്ടു പോയി. പലരും അപ്പനും അമ്മയും പോയി, ഭാര്യമാർ പോയി, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളെങ്കിലും നഷ്ടപ്പെടാത്തവരില്ല. അപ്പോൾ അവർക്ക് തുണയും സങ്കേതവും അവരുടെ ബന്ധുക്കളാണല്ലോ. അപ്പോൾ അവരുടെ ബന്ധുക്കളുടെ അടുത്തെങ്കിലും വീട് വെക്കാൻ ഒരു സഹായം ചെയ്തു തരുമെന്ന് ബിഷപ്പിനോട് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെ ഒരാൾക്കൊന്നും വേണ്ടി ചെയ്തു തരാൻ പറ്റിയല്ല, ഞങ്ങൾ തീരുമാനിക്കും എവിടെയാണ് സ്ഥലം വെക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഇവർ ചെയ്ത സ്ഥലം, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത ഒരു 5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു ഇവർ. അതായത് ഇവിടുന്ന് 25 കിലോമീറ്റർ ദൂരത്ത്, അതായത് മേപ്പാടിന്ന് 25 കിലോമീറ്റർ ദൂരത്ത് ഒരു പിന്നെ വാഴവറ്റ പാക്കെന്ന് പറയും. അവിടെ വണ്ടി സൗകര്യമൊന്നുമില്ല, റോഡ് വെട്ടണം. അതായത് ഈ WSS-ന്റെ ഡയറക്ടറായിരുന്ന ജിനോജ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേരപ്പൻ്റെ സ്ഥലമാണ് ഇവർ വാങ്ങി. അത് വിൽക്കാതെ കിടന്ന സ്ഥലം ഒരാരും മേടിക്കാനിരുന്നാണ് സ്ഥലം മേടിച്ച് അവിടെ ഇപ്പോൾ റോഡ് വെട്ടി അവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചുങ്ങൾ പഠിക്കുന്നത് മേപ്പാടി ടൗണിലാണ്, ഞങ്ങൾക്ക് ജോലിയുള്ള മേപ്പാടിയിലാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇവിടെ കയ്യിൽ നിന്നൊന്നും തരണ്ടല്ലോ, ലോകത്തുള്ള കത്തോലിക്ക എല്ലാം കൂടെ ഏതാണ്ട് 4-5 കോടി, പിന്നെ ഒരു 40 വീടോളം സ്പോൺസറിങ് ഉണ്ട്, പലരായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് ലിസ്റ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പറ്റുന്ന കുടുംബക്കാരുടെ, ഞങ്ങളുടെ അടുത്ത് ഈ മറ്റവിടെ നഷ്ടപരിഹാരം കിട്ടിയ കുറച്ച് പൈസയുണ്ട്, പിന്നെ ഇവരെ അങ്ങനെ കുറച്ച് പൈസയുണ്ട്. അതെല്ലാം കൂടെ കൂടി നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും, ഞങ്ങൾക്ക് ബന്ധുക്കളെടുത്തോ കുടുംബക്കാരെടുത്തോ, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ബന്ധുക്കാരെല്ലാവരും കൂടെ സഹായിച്ച് വീട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത്, വേണമെങ്കിൽ ഞങ്ങളോട് കൂടിക്കോ, അല്ലെങ്കിൽ സർക്കാർ എന്ന ഔദാര്യം വാങ്ങിക്കോളാൻ ഇവർ പറഞ്ഞതാണ്. അതായത് വികാരി ജനറൽ അച്ഛൻ, കുണ്ടോളിക്കലച്ഛൻ വികാരി ജനറൽ, പിന്നെ WSS-ന്റെ ഡയറക്ടർ ജിനോജ്, പിന്നെ പ്രൊക്യുറേറ്ററുണ്ട്, ഇപ്പോൾ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്നത് പുള്ളി, ഇവരെല്ലാം കൂടിയാണ്. ഈ WSS-ന്റെ ആ പുള്ളിയുടെ ടാസ്ക് ചോദിച്ചാൽ പറയാം, ചേട്ടൻ്റെ പണി നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഈ ലോകത്തുള്ള കത്തോലിക്കയുടെ പൈസ മുഴുവൻ പിരിച്ചുണ്ടാക്കിയതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരത്തില്ലേ? ഞങ്ങൾക്ക് കാരണം അതേസമയം മുസ്ലിം ലീഗുകാർ 105 വീടാണ് പണിത് കൊടുക്കുന്നത്. അതായത് മേപ്പാടി ടൗണിൽ തന്നെ, ഈ സ്ഥലത്തിനകത്ത് തന്നെ. അപ്പോൾ ഇവർ ചെയ്ത പണി ഇതൊക്കെയാണ്. അപ്പം ഇനി 30-ാം തീയതി എൻ്റെ വാർഷികം വരികയാണ്. ഇതുവരെ വീടിൻ്റെ പണിയൊന്നും ആയില്ല. പല സംഘടനകളും വീട് പണിത് കൊടുത്തു. വെറും 4 വീട്ടുകാർക്ക്
എന്തെങ്കിലും ചെയ്തു. ഇവരതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അവര് ഒരു റോഡ് വെട്ടുന്നവരെയൊക്കെ കാണിച്ചു, കുറച്ച് മട്ടം തിരിച്ചു, വീടിന് പണിയാനുള്ള പ്ലാനൊക്കെ ആക്കി. അതായത് 40ഓളം വീട് സ്പോൺസർ ഉണ്ടെന്ന് പറയുന്നത്. കാരണം ഈ ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫോക്കസ് ആണ്. അതായത് WSFന്റെ ഡയറക്ടർ. അപ്പോൾ അവരെയൊന്നും ഒരു കാലത്ത് മാറ്റിയല്ല. കാരണം അവരെ ഒരു ഇതെന്ന് പറയുന്നത് അവർക്കൊരു ബയോവിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഏറ്റവും വമ്പൻ ചുറ്റുവരവുള്ള പ്രസ്ഥാനമാണ്. അതിന്റെ ഡയറക്ടറൊക്കെ WSFന്റെ ഡയറക്ടറായിട്ടാണ് ഇരിക്കുന്നത്. പുള്ളിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ സ്വന്തം പുള്ളിയുടെ പേരിലാക്കി വെച്ചിരിക്കുന്നത് എല്ലാവരെയും. ഇവർ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ. അവിടെ ബിഷപ്പ് ഹൗസിൽ കോക്കസ് പോലെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കുറെ അച്ഛന്മാർക്ക് ഇതിലൊക്കെ എതിർപ്പുണ്ട്. ഇതുപോലെ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ സഭകളും സംഘടനകളും നടത്തിയ തട്ടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളത് വെളിച്ചത്ത് കൊണ്ടുവരാം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.